ഹലോ എവരിവൺ. കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്യണമെന്ന്. പക്ഷേ അതിനുള്ള സമയവും സാഹചര്യവും കിട്ടാത്തത് കൊണ്ടും പിന്നെ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പം ആദ്യമൊക്കെ ആലോചിച്ചാണ് ഒരു കണ്ടൻറ്റ് ചെയ്യാം. അതായത് UK ലൈസൻസ് കിട്ടിയതിന് ശേഷം നമുക്കിവിടെ ഊബർ ഡെലിവറി ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് പാർട്ട് ടൈമായിട്ട് ഊബർ ഡെലിവറി, ഫുഡ് ഡെലിവറി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഒരു ദിവസം നമുക്ക് ഊബർ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ സമ്പാദിക്കാൻ പറ്റും എന്നൊരു വീഡിയോ എടുക്കണം. ഒരുപാട് വീഡിയോ അങ്ങനത്തെ ഉണ്ട് യൂട്യൂബിലെങ്കിലും എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ സൂക്ഷ്മം പോലെ ഇന്ന് മഴയുമാണ്. ഇന്ന് തിങ്കളാഴ്ച, ഇവിടെ ബാങ്ക് ഹോളിഡേ ആണ്. മോസ്റ്റ്ലി തിങ്കളാഴ്ച അധികം റഷ് അല്ല എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും നോക്കാം. ഇപ്പം ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 4 മണി, വൈകുന്നേരം 4 മണിയാണ്. നല്ല മഴ ഉള്ള സമയമാണ്. അത്യാവശ്യം ഡെലിവറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പോയി നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് നമുക്ക് പെട്രോൾ ഒന്ന് ഫില്ല് ചെയ്യണം. അങ്ങനെ പെട്രോൾ സ്റ്റേഷനിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. ഫ്യൂൽ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ആദ്യം ഫ്യൂവൽ ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഊബർ ഡെലിവറി ആപ്പ് ഓൺ ചെയ്യാം. നമ്മളിത് പെട്രോൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമുക്ക് പെട്രോൾ അടിക്കാം. ഇവിടെ നമുക്ക് 2 രീതിയിൽ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാം. ഇവിടെ നമ്മൾ തന്നെയാണ് പെട്രോൾ റീഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ വേറെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. ഒന്നെങ്കിൽ ഇവിടുത്തുള്ള സ്റ്റേഷനുണ്ട്. ഈ സ്റ്റേഷനിൽ നമുക്ക് സെൽഫ് പേ ആണ്. അതായത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് പേ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സൈഡിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്യൂവൽ അടിച്ചതിന് ശേഷം ഉള്ളിൽ പോയിട്ട് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ മോസ്റ്റ്ലി ആൾക്കാരിപ്പം ഇത് യൂസ് ചെയ്യും. കാരണം എളുപ്പമാണ്. ഈ മിഷനിൽ നമുക്ക് പേയ്മെൻറ്റും ഇവിടെ ചെയ്യാം. കാർഡ് പേയ്മെൻറ്റ് നമുക്ക് ഇവിടെ തന്നെ ചെയ്തുകൊണ്ട്, അപ്പോൾ ഉള്ളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും പോയി പെട്രോൾ ഫില്ല് ചെയ്തിട്ട് വരാം. നമ്മളിവിടെ കാർഡ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ബില്ലെടുക്കുന്നു, വെക്കുന്നു, അടിക്കുന്നു. നമ്മളവിടെ നോക്കുക. മുകളിൽ കാണുന്നത് എത്ര പൗണ്ടാണ് കാണിക്കുന്നത്, താഴെയുള്ളത് ലിറ്റേഴ്സുമാണ് കാണിക്കുന്നത്. നമുക്കൊരു 10 പൗണ്ടിന് റീഫിൽ ചെയ്യാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. പേയ്മെൻറ്റ് കഴിഞ്ഞു, പെട്രോൾ അടിച്ചു. അപ്പോൾ ഇവിടെ ലിറ്ററിന് നാട്ടിൽ 130 രൂപയാവും. ഇവിടെ 1.30 പൗണ്ടാണ്. 1.30 പൗണ്ടാണ് ഇവിടെ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില. അപ്പോൾ നാട്ടിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 130 പൗണ്ട്, 130 രൂപ ആകും. അപ്പം നമുക്കിനിയും നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് എനിക്ക് ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. സോ അത് ചെയ്തിട്ട് ഉടനെ വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഊബറിൻ്റെ ആപ്പ് നമ്മൾ സക്സസ്ഫുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതാണ് ഇതിൻ്റെ ഊബറിൻ്റെ ഇൻ്റർഫേസ്. ഡെലിവറി ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. ഇതിലൊക്കെ കാണും. നമുക്ക് ഇതിൽ ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേൺ ഓൺ. നമ്മൾ ഓൺലൈനായി എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ പ്രൊസീജിയർ. മഴയാണ് പുറത്ത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. മോസ്റ്റ്ലി ഇവിടുന്ന് കിട്ടാറൊക്കെ ഉണ്ട്. സോ മെക്ഡൊണാൾഡ്സിൻ്റെ ബാക്കിൽ അവളുടെ പാർക്കിംഗ് ലോട്ടിൽ മെക്ഡൊണാൾഡ്സ് കാണാൻ പറ്റില്ല. അവിടെയാണ് ഡെലിവറി ഡ്രൈവേഴ്സ്. നമുക്ക് ആ ഭാഗത്താണ് പോകേണ്ടത്. അപ്പം ഡെലിവറി വരുമ്പോഴത്തേനും ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യുക, കളക്ട് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ഡെലിവറി അടിച്ചിരിക്കുകയാണ്. നമ്മൾ 4 മണിക്കാണ് വന്നത്. ഇപ്പോൾ തന്നെ 4:11 ആയപ്പോൾ ഡെലിവറി അടിച്ച് നമ്മൾ കൺഫേം കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോണും കൊണ്ട് നമ്മൾ ഡെലിവറി പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഓക്കെ, അതിന് ബാഗ് എടുക്കണം. ബാഗ് കമ്പൾസറി ആണ്. നമുക്ക് ഡെലിവറി അല്ലെങ്കിൽ അവർ തരില്ല. നമുക്ക് ഡെലിവറി ബാഗ് ആവശ്യമുണ്ട്. ഞാനൊന്ന് പോയി പിക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ പാഴ്സൽ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇത് ഡെലിവറി ചെയ്യുക. ഇവിടുന്ന് 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. പെട്ടെന്ന് കൊടുത്തിട്ട് വരാം. ഓക്കെ, ഈ ലൊക്കേഷൻ കിട്ടി നമുക്ക് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാം. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വിഷ്വൽസ് ഒന്നും അധികം കാണിക്കുന്നില്ല. എന്തായാലും അത് പ്രത്യേകിച്ച്
കാണാനൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം മഴയും കൂടാണ്, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ലല്ലോ. സോ അത് ഡെലിവറി ചെയ്തിട്ട് വേഗം വരാം. സോ ആ ഡെലിവറി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ വരും, ഇപ്പോൾ കാണിക്കും. 3 pounds. ആ പേയ്മെൻറ്റിൻ്റെ 3 pounds നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് സെയിം ആ ലൊക്കേഷനിലേക്ക് തന്നെ പോവാം. നമ്മൾ ആദ്യം നിന്ന് മക്ഡൊണാൾഡ്സിൽ നിന്ന് മാറുകയാണ്, ടൗണിലോട്ടൊന്ന് പോയി നോക്കുകയാണ്. അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു മക്ഡൊണാൾഡ്സും KFC പിന്നെ കുറേ ടേക്ക് അവേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സോ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ അടുത്ത KFCയും മക്ഡൊണാൾഡ്സും ഉള്ള സ്ഥലത്തേക്ക് വന്നു. ഇതുവരെ നമുക്ക് വേറെ ഓർഡേഴ്സൊന്നും അടിച്ചിട്ടില്ല. നമുക്കെന്തായാലും മെക്ഡിയുടെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ മെക്ഡിയുടെ ഡെലിവറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം ഇവിടെ നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ല, ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മൾ മക്ഡൊണാൾഡ്സിൻ്റെ പാർക്കിങ്ങിലാണ്. സോ ഇതുവരെ വേറെ ഡെലിവറീസ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 4:33 ആയിട്ടുണ്ട്. നമ്മൾ 4 മണിക്കാണ് ഇറങ്ങിയത്. നമ്മൾ ഒരു ഡെലിവറി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു 1/2 മണിക്കൂറിൽ. ഓക്കെ, യെസ്, നമുക്ക് ഡെലിവറി ഇട്ടിരിക്കുകയാണ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അത് KFC തൊട്ടപ്പുറത്ത് തന്നെയാണ്. നമുക്ക് എത്ര ഡെലിവറി ആണ് നോക്കട്ടെ. ഒറ്റ ഡെലിവറി ഉള്ളൂ, തൊട്ടപ്പുറത്ത് തന്നെ. ആ സൈഡാണ്. നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി വിടാം. ഓക്കെ, ഒരു ഡെലിവറി കളക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഡീഷണലി ഒരു ഡെലിവറി കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടി. അപ്പം ഇപ്പം ഓൾ ടുഗെദർ 2 ഡെലിവറി നമുക്കിപ്പോൾ കൊടുക്കാറുണ്ട്. സോ അത് കൊടുത്തിട്ട് വരാം. ഒരു ഡെലിവറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും അടുത്ത ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകാം. ഓക്കെ, നമുക്കിവിടെ ചെറിയൊരു പോസ്റ്റ് കിട്ടി. ഒരു ട്രെയിൻ ക്രോസിംഗ് ഉണ്ട്. ഇപ്പോൾ അല്ല, ഒരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ. നാട്ടിലേക്കൂട്ട് നമുക്ക് നല്ല രീതിയിൽ സമയം പോകില്ല, പെട്ടെന്ന് തന്നെ ട്രെയിൻ വരും. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറായി നമ്മൾ ഇറങ്ങിയിട്ട്. ഇതുവരെ ഇതിപ്പോൾ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞു. 3ാമത്തെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇപ്പം നമുക്കിത് കൊടുത്തിട്ട് വേഗം വരാം. ഇതാ പോകുന്നു. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. വളരെ ചെറിയ 3-4 ബോഗീസേ ഉള്ളൂ. സോ അത് പോയി വേഗം തന്നെ ഇത് പോകും. പോകട്ടെ. ഇപ്പോൾ തന്നെ പൊങ്ങുന്നതായിരിക്കും. ഇത് സാധാരണ പെട്ടെന്ന് പൊങ്ങാറുള്ളതാണ്. സോറി, ഇതാണ്ടാ ഒന്നുകൂടെ വരാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത് 1, 2, ഇത് 2 ബോഗിയുള്ളൂ. ഓക്കെ, ഇതാ ഉടനെ തന്നെ ഇപ്പോൾ കണ്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കണ്ടല്ലേ, വേഗം തുറന്നു. പോയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് പരിപാടി. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ആ 2 ഡെലിവറി എല്ലാം കൂടെ 3 ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് 12.30 pound കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറിൽ നമുക്ക് കിട്ടിയത് ഈ 12.30 pound കിട്ടിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും തിരിച്ച് ലൊക്കേഷനിലേക്ക് പോകാം. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു ജോബാണ് ഈ ഡെലിവറി കൈൻഡ് ഓഫ് ജോബുകൾ. ഊബർ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാം. നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ജോലിയുടെ ബോസ്. നമുക്കിപ്പോൾ വീട്ടിൽ പോകാം. ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കണോ ബ്രേക്ക് എടുക്കാം. നമുക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച്
നടക്കാം, നമുക്ക് റൂട്ടെല്ലാം മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റായിട്ട് വരുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി ഓടുകയാണ്, വണ്ടിക്ക് മെക്കാനിക്കൽ ഇഷ്യൂസ് വരാം, ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറൊരു വശമുണ്ട്. എങ്കിൽ പോലും ഡ്രൈവിങ്ങിനോട് ഇഷ്ടമുള്ളവർക്കും അതിനോട് പാഷനുള്ളവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുന്നൊരു കാര്യമായി രസമാണ്. പ്രത്യേകിച്ച് നല്ല വെതറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. പല സ്ഥലങ്ങളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്തൊരു ഡെലിവറി വന്നിരിക്കുകയാണ്. ഇത് അസ്റ്റ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നല്ല, നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് അസ്റ്റ. നമുക്കപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അത് പിക്ക് ചെയ്യാം. ഓക്കെ, യെസ്, അസ്റ്റ എന്നുള്ള ഡെലിവറി കളക്ട് ചെയ്തു. ഇവിടെ നിന്നൊരു 4 minutes കാണിക്കുന്നുണ്ട്. അത് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവാം. അപ്പം ഇതുകൂടെ കൂട്ടി ഇതുകൂടെ നമ്മുടെ 4ാമത്തെ ഡെലിവറിയാണ്. 4ാമത്തെ ഡെലിവറി. ഓക്കെ, ആ ഡെലിവറി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കൺഫേം ഡെലിവറി ഇവിടുന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്, സക്സസ്ഫുള്ളായി. ഇപ്പോൾ നമുക്ക് ആ ഡെലിവറിക്ക് കിട്ടിയ എമൗണ്ട് ഇവിടെ കാണിക്കും. ഇവിടെ ടോപ്പിൽ കാണിക്കും. സൗണ്ട് കുറച്ചോട്ടെ. യെസ്, ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടാമായിരുന്നു. 1 pound കൂടെ കിട്ടി. ലാസ്റ്റ് ഡെലിവറി എത്ര കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇവിടെ യെസ് 3.43 പ്ലസ് ആ 1 pound കൂടെ ചേർത്തിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോകാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 മണിക്കൂർ ആവുന്നുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടിയത് 15 pound. 15 pound 73 pence ആണ് കിട്ടിയിരിക്കുന്നത്. കണ്ടിരിക്കും 1.5 മണിക്കൂറിലേ ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു ഡെലിവറി കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ഡെലിവറി കിട്ടിയതായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ നമുക്ക് ഒരു ഡെലിവറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും എടുക്കാം. ഓക്കെ, സെയിം മക്ഡൊണാൾഡ്സ് തന്നെയാണ് ഡെലിവറി ഇട്ടിരിക്കുന്നത്. നമുക്ക് പോയി എടുക്കാം. ആ 2 ഡെലിവറിയും കളക്ട് ചെയ്തു. നമുക്കിനി അത് കൊടുക്കാൻ വേണ്ടി പോകാം. Turn left towards Balderton Gate. Take the next left towards Balderton Gate, then turn right onto Balderton Gate. ഇത്രയും നേരം മഴ പെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് സൂര്യനും വന്നു, ചന്ദ്രനും വന്നു, എല്ലാവരും വന്നു. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത. നിന്ന നിപ്പിൽ മഴയും പെയ്യും, നിന്ന നിപ്പിൽ സൂര്യനും വരും. ഇതാണ് നോക്ക്, ഈ ഒരു വെതർ നല്ല വെതറാണ്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അങ്ങനെ ആ ഡെലിവറിയും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതുവരെ ഇതുവരെ എത്ര ട്രിപ്സ് ചെയ്തു? 6 ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. 6 ട്രിപ്പ് ഒരു മണിക്കൂറിൽ മേളിൽ. അത് ഇതിനകത്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ടൈമാണ് കാണിക്കുന്നത്. ഈ 1 മണിക്കൂർ 17 മിനിറ്റ് കാണിക്കുന്നത് ഡ്രൈവിംഗ് ടൈമാണ്. പക്ഷേ നമ്മൾ 4 മണിക്ക് ഇറങ്ങി. ഇപ്പം സമയം 6 മണി, 6:15 ആയിട്ടുണ്ട്. 6:15 ആയപ്പോഴത്തേന് നമ്മൾ അതിന് ചെയ്തത് 26 pound. 26 pound 26.28 pounds ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് എന്താണ് ഇതിനകത്ത് ഒരു ഡെലിവറി ചെയ്തതിനകത്ത് നമുക്ക് 4 pound നമുക്ക് എന്ത് കിട്ടി? ടിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതിന് നമുക്ക് സെൻഡ് താങ്ക്സ് ഫോർ ദി ടിപ്പ്. സോ അവർക്ക് നമ്മൾ താങ്ക് യു പറഞ്ഞായിട്ടും അവർക്കൊരു നോട്ടിഫിക്കേഷൻ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയും കിട്ടും കേട്ടോ. നമുക്ക് ടിപ്പൊക്കെ ചില സമയങ്ങളിൽ നല്ലപോലെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഫെസ്റ്റിവൽ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടിപ്പൊക്കെ കിട്ടും നമുക്ക്. അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം 2 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 മണിക്കൂർ 4 മണിക്കാണ് ഇറങ്ങി. ഇപ്പോൾ 6:15 ആയിട്ടുണ്ട്. സോ 2 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ഈ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റിയത്. നമുക്ക് നോക്കാം, ഇനി പോയി നോക്കാം. ഈ ടൗണിലോട്ട് തന്നെ വീണ്ടും നമുക്ക്
ഡ്രൈവ് ചെയ്യാം. യെസ്, ഇപ്പോൾ സമയം 6:30. നമുക്ക് അടുത്ത ഡെലിവറി അടിച്ചിരിക്കുകയാണ്. 2.5 മൈൽസ് ദൂരമുണ്ട്. 3.79 pounds ആണ് കിട്ടുന്നത്. നമുക്ക് കൺഫേം ചെയ്യാം. കൺഫേം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റെഡി ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് പോകാം. ഓക്കെ, നമ്മൾ ആ ഡെലിവറിയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ 7 ഡെലിവറി ചെയ്തു. 7 ഡെലിവറിയിൽ നിന്ന് 32 pounds ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സമയം 7 മണിയാകുന്നു. 6:51 ആയിട്ടുണ്ട്. 7 മണിയാകുന്നു, ഏകദേശം 3 മണിക്കൂർ. ഓക്കെ, വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം കുറച്ച് ചെറിയൊരു എമർജൻസി വന്നപ്പോഴത്തേന് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് ഊബറിൻ്റെ മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് തോന്നുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, തോന്നുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്ത് തീർത്തു. വീണ്ടും ഊബർ ഓടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 9 മണിയാകുന്നു. 8:51 ആയിട്ടുണ്ട്. നമുക്കൊരു 1 hour നോക്കാം. ഇതുവരെ എത്ര ട്രിപ്സ് ചെയ്തു നോക്കാം. ഇതുവരെ 7 ട്രിപ്സ് ചെയ്തു. 7 ട്രിപ്സിൽ നിന്നാണ് 36.80p നമുക്ക് കിട്ടിയത്, ഏർണിങ്സ് കിട്ടിയത്. ഓക്കെ, അപ്പം ഇതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി സെയിം പോയിന്റിലേക്ക് വീണ്ടും ഒന്ന് പോയി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോറി, KFCന്ന് ഒരു ഓർഡർ കിട്ടിയായിരുന്നു 3 pound. അത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി, പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം അത് ഡെലിവറി ചെയ്തിട്ട് വരാം. ഇവിടുന്ന് 4 minute ഇപ്പോഴേക്ക് നിർത്തിട്ട് വരാം. ഓക്കെ, ആ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. 3 pounds കാണാം. 3 pounds കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗോ ടു നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, 4 മണിക്ക് ഇറങ്ങിയ നമ്മൾ ഇടയ്ക്കൊരു 1 മണിക്കൂറോളം, 1 മണിക്കൂറിന് മേലെ ഒരു കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം 4 മണിക്കൂർ, ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു എമൗണ്ടാണ്, ഒരു 40 pounds ആണ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഇനി ഇത് ജസ്റ്റ് ഒരു ട്രയൽ റണ്ണ് പോലെ നോക്കിയതാണ്, കൊള്ളാവുന്ന. ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്കൊരു ഫുൾ ഡേ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് രാവിലെ തൊട്ട് ഒരു രാത്രി വരെ ഒരു 1 day ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കുറേ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കും, നാട്ടിലുള്ളവരൊക്കെ, എടാ ഊബർ ഓടി എങ്ങനെയാണ്, നല്ലതാണോ, അല്ലെങ്കിൽ നമുക്കിത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാർട്ട് ടൈം ചെയ്യുന്നതും നല്ലൊരു എമൗണ്ടായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നടന്ന് പോകും. അപ്പം അത് കുഴപ്പമില്ല. ഫുൾ ടൈമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഫുൾ ടൈമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. അപ്പം പാർട്ട് ടൈമായിട്ട്, ഫുൾ ടൈം ജോലിയുള്ളവർക്ക് ജസ്റ്റ് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണിത്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ 40 pounds നമുക്ക് കിട്ടിയത്. സോ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കണ്ടന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓൾറൈറ്റ്, ഓക്കെ ദെൻ, ബൈ.